എല്ലാ പുതിയ കൂട്ടുകാർക്കും എക്സലൻ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ വർക്ക്, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ഒരു ടോപ്പിക്കായ വോളണ്ടറി ആക്ഷൻ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. വോളണ്ടറി ആക്ഷൻ്റെ ഒരു ഡെഫിനേഷൻ എടുക്കാനാണെങ്കിൽ, voluntary action refers to the willingness of individuals or groups to take action and contribute their time, skills, and resources to help others without expecting any ടാങ്കബിൾ മെറ്റീരിയൽ ഗെയിൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് വ്യക്തികളോ ഗ്രൂപ്പുകളോ തങ്ങളുടെ സമയം, കഴിവുകൾ, വിഭവങ്ങൾ എന്നിവ മറ്റുള്ളവരെ സഹായിക്കുവാനായി യാതൊരുവിധ പ്രതിഫലേച്ഛയും കൂടാതെ വിനിയോഗിക്കുന്നതിനെയാണ് വോളണ്ടറി ആക്ഷൻ അഥവാ സ്വമേധയാ ഉള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും അനുകമ്പ, സഹാനുഭൂതി ഇതിലൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കരുണയാണ് ഇതിന് കാരണം. നമ്മൾ വയനാട് ദുരന്തഭൂമിയിലൊക്കെ നമ്മളിത് കണ്ട, കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഇത് പല രീതിയിലാകാം. ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാം, കുറേ സംഘടനകൾ ചേർന്ന് ചെയ്യാം, ഒരു വ്യക്തിക്ക് ചെയ്യാം. യൂസഫലിയൊക്കെ അത്തരം വോളണ്ടറി ആക്ഷന് നേതൃത്വം കൊടുക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. അപ്പം ഒരു ഗ്രാമത്തെ ദത്തെടുക്കുക എന്നിരിക്കട്ടെ, അപ്പോൾ അവിടെ ആവശ്യമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, അതുപോലെ തന്നെ അവിടുത്തെ എഡ്യൂക്കേഷൻ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വൃദ്ധജനങ്ങളുടെ സംരക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പോഴും അവിടെ നമുക്ക് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. പകരം ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് അവരുടെ ആ ഇല്ലായ്മയെ തൂത്തെറിഞ്ഞുകൊണ്ട് അവർക്ക് സ്ഥായിയായ ഒരു ബെറ്റർ ലൈഫ് നേടിക്കൊടുക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് പാർശ്വവൽകൃത സമൂഹത്തിനും അരിവുവൽകൃത സമൂഹങ്ങളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നമ്മൾ പറഞ്ഞു ഇതിന് യാതൊരു പ്രതിഫലേച്ഛയും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇവരുടെ മനസ്സിൽ കാണാം. അത് ഒരു 90% പേരുടെയും മനസ്സിൽ അത്തരം ഒരു ലക്ഷ്യം, അധികാരം, ബഹുമാനം, മോക്ഷപ്രാപ്തി. ഈ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയൊക്കെ ഇത് ചെയ്യാം. എന്നിരുന്നാലും ശരി, വോളണ്ടറി ആക്ഷൻ്റെ പ്രഥമമായ ലക്ഷ്യം സേവനം മാത്രമാണ്, പ്രതിഫലേച്ഛയല്ല. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ആരുടെയും പ്രേരണയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു, ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഇത്തരം പ്രവർത്തികൾ തൻ്റെ കടമയാണെന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നു. ഇത് അധ്യാപകർ, ഡോക്ടർമാർ, നിയമവിദഗ്ധർ, ബിസിനസ്സുകാർ ഇവരൊക്കെ ഇത്തരം വോളണ്ടറി വർക്കുകൾ ചെയ്യുന്നു. അധ്യാപകർ ചേരി പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കോളനികളിൽ, അതുപോലെ തന്നെ ട്രൈബൽ ഏരിയകളിലൊക്കെ അവരുടെ കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡോക്ടർമാർ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു, വലിയ ഫീസില്ലാതെ തങ്ങളുടെ കൺസൾട്ടിങ് സേവനങ്ങൾ കൊടുക്കുന്നു. നിയമവിദഗ്ധർ നിയമസഹായം നൽകുന്നു. ബിസിനസ്സുകാർ എന്തു ചെയ്യുന്നു, അവരുടെ CSR ഫണ്ടിൽ നിന്നും പണമെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം ലീഗൽ സർവീസസ് അതോറിറ്റി, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം, ഇവരൊക്കെ വോളണ്ടറി ആക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. അപ്പോൾ അതിന് കൂടുതൽ നിങ്ങളുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ പഠന സൗകര്യത്തിനായി ഓരോ ടോപ്പിക്കായിട്ടാണ് പാഠഭാഗങ്ങൾ എടുക്കുന്നത്. ഇതിലപ്പുറം തന്നെ കൂടുതൽ വായന, അതിനെ ചിന്തിച്ച് ഒരു കാര്യങ്ങളിലേക്ക് അതിനെ
കൊണ്ടെത്തിക്കുക, ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക തുടങ്ങിയൊക്കെ പാഠഭാഗത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി BSW ജയിച്ചു വരുവാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.